So, hello my dear students. അങ്ങനെ ഒരു വർഷത്തെ നമ്മുടെ കാത്തിരിപ്പിന് പരിസമാപ്തിയായി നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. മുൻ വർഷത്തെ ചോദ്യ പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കെമിസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ചോദിച്ച 45 ചോദ്യങ്ങളിൽ ഏകദേശം ഒരു 4-5 ചോദ്യങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ചോദ്യങ്ങളും നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക്, അതായത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായി പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിലെ 1-2 ചോദ്യങ്ങളാണ് ഒരു കൺഫ്യൂസിങ് ഫാക്ടറായിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ന്യൂമറിക്കൽസ്, ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ന്യൂമറിക്കൽസ് ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ചോദ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. നമുക്ക് ചോദ്യ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. So first question, the ratio of the wavelength of the light absorbed by the hydrogen atom when it undergoes n is equal to 2 to n is equal to 3 and n is equal to 4 to n is equal to 6 transition respectively is. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നമുക്ക് സംശയമൊന്നുമില്ല. 1 by lambda is equal to RH into 1 by n1 square minus 1 by n2 square. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ that is RH into 1 by 2 square minus 1 by 3 square, then lambda 2 is equal to RH into 1 by 4 square minus 1 by 6 square. സോൾവ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു. 1/4 ആയിരുന്നു റൈറ്റ് ആൻസർ. Then next question, which of the following statements are true? Unlike gallium that has very high melting point, cesium has a very low melting point. Then gallium melting point കൂടുതലുള്ള ഒരു എലമെൻ്റ് ആണെന്ന് ഇവിടെ പറയുന്നു. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോളിംഗ് സ്കെയിലിൽ പറയുന്നത് നൈട്രജനും ക്ലോറിനുമുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏകദേശം ഒരുപോലെയാണെന്നുള്ളത് തന്നെയാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ആർഗൺ 18 ഇലക്ട്രോൺസ്, K plus 19 minus 1 that is 18 electrons, and Cl minus 17 plus 1 that is 18 electrons, Ca2 plus that is 20 minus 2 that is 18 electrons, and S2 minus 16 plus 2 18 electrons. So these are isoelectronic species, so the statement is correct. And the correct order of the first ionization enthalpies of sodium, magnesium and aluminium and silicon. ഇവിടെ സോഡിയം ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവാണെന്ന് കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ എത്തുക ദാറ്റ് ഈസ് 3s2, ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലാണ്, 3s2 ആണ്. ദെൻ അലൂമിനിയത്തിൻ്റെ കേസിൽ ദാറ്റ് ഈസ് 3s2 3p1 ആണ്. സോ ഹിയർ നമുക്കറിയാം എസ് സബ്ഷെല്ലിലെ പെനിട്രേറ്റിംഗ് എഫക്റ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എസ് സബ്ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസുകളെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എനർജി കൊടുക്കേണ്ടത്. സോ ഇവിടെ ഓർഡറിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നിരിക്കുന്നു. സോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ തെറ്റായിട്ടുള്ള ഓർഡറാണ്. Then the atomic radius of cesium is greater than that of lithium and rubidium. It's again correct statement. ഗ്രൂപ്പിൽ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസുകളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. സോ ഫ്രം ടോപ്പ് ടു ബോട്ടം atomic radius increases. So this statement is also true. Then question number 47, option 2 that is C and E only. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സിയും ഇയുമാണ്. Okay, then next question. So much list 1 with list 2. Here these are the practical chemistry യിൽ നിന്നുമുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. Here the cobalt 2 plus, magnesium 2 plus, lead 2 plus and aluminium 3 plus. Here magnesium 2 plus നമുക്കറിയാം this group 6 element, and then lead this group 1, and the aluminium that is group 3, cobalt that is group 4. So ഇവിടെ മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 that is A3, B4 and C1 and D2. So the option 2 is the right answer. Then next. So here ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള വളരെ നല്ലൊരു ചോദ്യമായിരുന്നു ഇത്. predict the major product P in the following sequence of reactions. ഇവിടെ നമുക്കൊരു alkene compound ആണ് തന്നിരിക്കുന്നത്. So here the addition reactions, HPR addition, and in presence of this benzoyl peroxide, this addition is called anti-Markovnikov's addition.
പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ, ഓർഗാനിക് പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ അൽക്കീൻസുകളിൽ നടക്കുന്ന അഡീഷൻ റിയാക്ഷൻ നമ്മൾ ആൻറ്റി മർക്കോണിക്കോഫ്സ് അഡീഷൻ ഓർ കറാഷ് എഫക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ഇവിടെ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് ഇവിടെയാണ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ ആറ്റംസ് ഇല്ല, അതുകൊണ്ട് തന്നെ സോ ദെൻ നെക്സ്റ്റ് നമുക്കിവിടെ ആൻറ്റി മാർക്കോണിക്കോഫ്സ് അഡീഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നെഗറ്റീവ് പാർട്ട്, HBrലെ നെഗറ്റീവ് പാർട്ടായിട്ടുള്ള ബ്രോമിൻ ജോയിൻ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ബ്രോമിൻ ജോയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് ദ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അടുത്തത് പറയുന്നത്. സോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയുമ്പോൾ ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടേക്ക് CN- ആണ് ഇവിടെ ജോയിൻ ചെയ്യുക, CN- വരുന്നു. ദെൻ ദ തേർഡ് റിയാക്ഷൻ ഈസ് sodium amalgam in ethanol. Reaction is Mende's reduction. Mende's reduction എന്നുള്ള നെയിം ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും സോഡിയം അമാൽഗം ഇൻ എഥനോൾ എന്നുള്ള റിഡ്യൂസിങ് ഏജൻറ്റിനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ CN-നെ റെഡ്യൂസ് ചെയ്ത് അത് CH2NH2 ആക്കി മാറ്റുന്നു. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1, the right answer. So option 1. So here first is anti-Markovnikov's addition and the second one nucleophilic addition reaction and the third one Mende's reduction. So the answer is option 1. Then next question, the energy and radius of first Bohr orbit of helium and lithium 2+ and the Rydberg constant is 2.18 into 10 raised to -18 joule and A0 is equal to 52.9 picometer. So എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം -2.18 ഇൻറ്റു 10 raised to -18 ഇൻറ്റു Z² ബൈ N². Z² ഇൻറ്റു N² എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഹീലിയം പ്ലസിൻ്റെ കേസിൽ -2.18 into 10 raised to -18 into Z², that is 2² divided by 1². So that is 2.18 into 4, that is 4 into 2, that means 8 something ആണ് നമുക്ക് ഹീലിയത്തിൻ്റെ ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1ൽ എനർജി ഓഫ് ദ ഹീലിയം -8.72 into 10 raised to -18 ജൂൾ പറയുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും ഹീലിയത്തിൻ്റേത് 19.62 ആണ്, റോങ് ആണ്. ദെൻ എനർജി ഓഫ് ഹീലിയം -8.72 into 10 raised to -16, പവറിൽ വ്യത്യാസം വരുന്നു. ദെൻ ദ ഫോർത്ത് ഓപ്ഷനിൽ ഹീലിയം -19.62 ഓപ്ഷനിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 തന്നെയാവും റൈറ്റ് ആൻസർ. പക്ഷെ നമുക്കിവിടെ എനർജി മാത്രം പോരാ, റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റും ചോദിക്കുന്നു. സോ ദ ആൻസർ, റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് 52.9 into N² by Z ആണ്. 52.9 into N² by Z. സോ ഇവിടെയും നമുക്ക് N² 1² ആണ്, ഡിവൈഡഡ് ബൈ Z എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2. അപ്പം നമുക്ക് 52.9 ഡിവൈഡഡ് ബൈ 2 എന്ന ഓപ്ഷൻ ദാറ്റ് ഈസ് 26.4 picometer. So this option 1 is correct. ഇവിടെയും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് ലിഥിയത്തിൻ്റെ എനർജി, ഹീലിയത്തിൻ്റെ എനർജി ലിഥിയത്തിൻ്റെ എനർജി ആക്കിയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇക്വേഷൻസ് രണ്ടും നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ലെങ്തിയായി തോന്നുമെങ്കിലും, കാരണം രണ്ട് കാര്യങ്ങളൂടെ ചേർത്തിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ, എനർജിയും റേഡിയസും കാണാനായിട്ടാണ്. ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നുവെങ്കിലും വളരെ ഈസിയായി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. The next is which of the following are paramagnetic എന്നുള്ളതാണ് ചോദ്യം. First one NiCl4 2- and then the second one NiCO 4 times and then NiCN4, NiH2O 6 times and then NiPPH3 4 times. ഇവിടെ നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു ലിഗാൻഡ് ഇത് മാത്രമാണ്. ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന ലിഗാൻഡാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം മെൻഷൻ ചെയ്തിട്ടില്ലാത്തൊരു ലിഗാൻഡാണ്. ബാക്കി Cl, CO, Cn, H2 ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള ലിഗാൻഡ്സുകൾ തന്നെയാണ്. ഇതിൽ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള, പാരാമാഗ്നറ്റിക് നമുക്കറിയാം അൺപെയ്ഡ് ഇലക്ട്രോൺസുകളുള്ള കോമ്പൗണ്ടുകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ 2 വീക്ക് ലിഗാൻസുകളാണുള്ളത്. ഒന്ന് CL4 ആൻഡ് ദെൻ ദിസ് H2O. 2 വീക്ക് ലിഗാൻസുകളാണ്. അവിടെ പെയറിംഗ് പോസിബിൾ അല്ല. സോ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ആൻഡ് ദെൻ ഇവിടെയൊക്കെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെയും നിക്കൽ ഒരു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ടാണ്. ദെൻ CN4ൽ ഇത് CN എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഓപ്ഷൻ ബിയിലും സിയിലും ഇയിലും ഒക്കെ പെയറിംഗ് പോസിബിൾ ആണ്. സോ ദിസ് കോമ്പൗണ്ട്സ് ആർ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. സോ ഓപ്ഷൻ എ ആൻഡ് ഡി, എയും ഡിയും ഈ 2 കോമ്പൗണ്ട്സുകളാണ് ആക്ച്വലി നമുക്ക് പാരാമാഗ്നറ്റിക് ആയിട്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസുകളുടെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് വൺ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ സ്റ്റേറ്റ്മെൻറ്റ് 1, like nitrogen that can form ammonia, arsenic can form arsine. കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഹൈഡ്രൈഡ് ഫോർമേഷനെ പറ്റിയാണ് പറയുന്നത്. നൈട്രജന് അമോണിയ എന്ന ഹൈഡ്രൈഡ് ഫോം ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ആഴ്സനിക്കിന് ആഴ്സൈൻ എന്ന ഹൈഡ്രൈഡ് ഫോം ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ആൻഡ് ദെൻ ആൻറ്റിമണി കനോട്ട് ഫോം ആൻറ്റിമണി പെൻറ്റോക്സൈഡ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിസ്മത്ത് എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകും. പക്ഷേ ആൻറ്റിമണി പെൻറ്റോക്സൈഡ് ഫോം ചെയ്യാൻ സാധിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 52-ൽ നമുക്ക് ഓപ്ഷൻ പറയേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണ്. സോ ദിസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ belong to main group elements. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പീരിയോഡിക് ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സുകളെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സുകൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് നിയോൺ 3s1 എസ് ബ്ലോക്ക് എലമെൻറ്റ് ആണ്. ആൻഡ് ദെൻ ആർഗൺ 3d3 4s2 ഇസ് എ ഡി ബ്ലോക്ക് എലമെൻറ്റ്, ഗ്രൂപ്പ് 5 വരും. And then 4d10 5s2 5p5, this is ns2 np5, it's a p block element. So it's one s block, this is p block. And then d, this also d block elements. And then this is no doubt f block elements. So here option c and d, option A and C, option A and C, S and P block elements. So it's a correct answer here. Okay, option 2, A and Z only. Okay, then next one, Dalton's atomic theory could not explain which of the following. Actually നമ്മൾ 9th 10th ഈ ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ പോകുന്ന, ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം പോകുന്ന ടോപ്പിക്കാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഡാൽട്ടൺസ് തിയറിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ദാറ്റ്സ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഗേഷ്യസ് വോളിയത്തെ പറ്റി പറയുന്നത് ഗേ-ലുസാക്സ് ലോ ആണ്. സോ ഇവിടെ നമുക്ക് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയിൽ ഗേഷ്യസ് വോളിയത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. സോ ദ 4th സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, സോ കൺസിഡർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്ക് നന്നായി മനസ്സിലാക്കിയ അവർക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ ടോപ്പിക്കിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. KO2, H2O2 and H2SO4. The oxidation states of the underlined elements in them are respectively. നമുക്ക് KO2-ൽ നമുക്ക് ഡൗട്ടിൻ്റെ ആവശ്യമേ ഇല്ല. ഇറ്റ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്. സോ ഹിയർ അണ്ടർലൈൻഡ് എലമെൻറ്റ് പൊട്ടാസ്യം ആണ്. സോ ഹിയർ the oxidation state is +1. and in case of peroxide, hydrogen peroxide, peroxidesകളിൽ നമുക്കറിയാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. സോ +1 -1 എന്നുള്ള ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ 1-ൽ മാത്രമാണ്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the half-life for a first order reaction is 1 minute, then the time required for 99.9% completion of the reaction is closest to T half. Actually T half നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, that is for 1 minute. Then T 99% ആണ്, 99.9% ആണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഷോർട്ട് ട്രിക്കിലൂടെ പഠിച്ചിട്ടുള്ളതാണ്. 10 times T half ആണ് ആക്ച്വലി T 99.9% എന്നുള്ളത്. സോ 1 into 10, that is the right option. 10 minutes എന്നുള്ളതാണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ദെൻ
Next, the correct order of the wavelength of the light absorbed by the following complexes is വേവ് ലെങ്ത്തിൻ്റെ ഓർഡറാണ്, കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലിഗാൻഡിൻ്റെ ഫീൽഡ് സ്ട്രെങ്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് അറിയാം, ZN ആണ് സ്ട്രോങ് ലിഗാൻഡ്. സ്ട്രോങ് ലിഗാൻഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് വിഡ്ത്ത്, അതായത് ഗ്യാപ്പ് കൂടുന്നു, സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് കൂടുന്നു. ഗ്യാപ്പ് കൂടുമ്പോൾ നമുക്കറിയാം എനർജി ഇൻക്രീസ് ചെയ്യും. ദെൻ എനർജി ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ചിട്ട് വേവ് ലെങ്തും എനർജിയും ഒക്കെ തമ്മിൽ എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഈ പറയുന്ന COCN6 3- എന്നുള്ള കോംപ്ലക്സിനായിരിക്കണം ഏറ്റവും അധികം വേവ് ലെങ്ത് കുറവുള്ളത്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ബി വരുന്ന 2 എണ്ണമാണ് ഏറ്റവും ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ള 2 ചോദ്യങ്ങളാണ്, 2 ഓപ്ഷൻസുകളാണ്. നമുക്ക് 1 and 2 2 വന്നിരിക്കുന്നു. ഇനിയും അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് H2O NH3 2 കോംപ്ലക്സുകളെ പറ്റിയാണ്. അപ്പം H2Oയും NH3യും തമ്മിൽ കമ്പയർ ചെയ്താൽ രണ്ടുപേരും വീക്ക് ലിഗാൻഡ് ആണെങ്കിൽ കൂടിയും NH3 ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ദിസ് H2O. സോ ദെൻ നെക്സ്റ്റ് ഈസ് A ആണ് വരേണ്ടത്. നെക്സ്റ്റ് A ആണ് വരേണ്ടത്. അപ്പോൾ BA എന്നുള്ള ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ 2-ലാണ്. സോ നമുക്കിവിടെ നിന്ന് തന്നെ ഈ 2 കോംപ്ലക്സുകൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. സോ BADC എന്നുള്ളതാണ് ഓപ്ഷൻ വരിക. ദെൻ നെക്സ്റ്റ്, so which one of the following compounds can exist as cis trans isomers? Organic chemistry യിൽ നിന്നുള്ള ഹൈഡ്രോകാർബൺ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം അസിമെട്രിക് കാർബൺ, കൈറാൽ കാർബൺ ഉള്ള കോമ്പൗണ്ട്സുകളിലാണ് ആക്ച്വലി നമുക്ക് സിസ് ട്രാൻസ് ഐസോമേഴ്സ് പോസിബിൾ ആയിട്ടുള്ളത്. ഇതിൽ സ്ട്രക്ചേഴ്സുകൾ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് 1, 2, 3 3 കോമ്പൗണ്ടുകളിലും അസിമെട്രിക് കൈറാൽ കാർബണിൻ്റെ പ്രസൻസ് ഇല്ല. 4th ഓപ്ഷൻ 1,2 ഡൈമീഥൈൽ സൈക്ലോഹെക്സൈനിലാണ് ഈ പറയുന്ന സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഉള്ളത്. സോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 59. Phosphoric acid ionizes in 3 steps with their ionization constant values Ka1, Ka2 and Ka3 respectively, while K is the overall ionization constant. Which of the following statements are true? Then phosphoric acid എന്ന് പറയുന്നത് H3PO4. ഇതാണ് phosphoric acidന്റെ chemical formula. Here 3 ionizable hydrogens are there. So 3 steps. The first step, H3PO4 gives H plus plus H2PO4 minus, and then the dissociation constant is, so the dissociation constant for this is Ka1, and this Ka1 is greater than Ka2, Ka3 because ഒരു ന്യൂട്രൽ മോളിക്യൂളിൽ നിന്നും H+ റിമൂവ് ചെയ്യാനാണ് കൂടുതൽ എനർജി വേണ്ടത്. സോ Ka1 ഈസ് ഗ്രേറ്റർ. അപ്പോൾ അവിടെ ദിസ് Ka1 ഈസ് ഗ്രേറ്റർ, Ka2, Ka3 ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഇതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അത് Ka1 ആൻഡ് ദ തേർഡ് ഹൈഡ്രജൻ അയോണിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മളത് Ka3 എന്ന് പറയുന്നു. ദെൻ ദ ടോട്ടൽ equilibrium constant, this add ചെയ്യുമ്പോൾ Ka into Ka2 into Ka3. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് log K is equal to log Ka1 plus log Ka2 plus log Ka3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. And then H3PO4 is a stronger acid than H2PO4 and HPO4 minus. It's very true. ഇവിടെ 3 അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഇവിടെ 2, ഇവിടെ 1 ഉള്ളൂ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ്. ദെൻ Ka1 is equal to Ka3 plus Ka2/2. അങ്ങനെയുള്ളൊരു റിലേഷൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. സോ this one is wrong. So option A, B and C only, that's 4th option is right. So this is another question from question organic chemistry. Which one of the following reactions does not give benzene as the product? The first one, soda lime എന്ന reagent കാണുമ്പോഴേ നമുക്കറിയാം this reaction is decarboxylation reaction. And then the next one, the normal hexane to molybdenum oxide, this is aromatization reaction. And the next one, ethane, red hot iron tube at high temperature, this is another the preparation for benzene. And the third one is diazonium chloride, it's warm in presence of water, it's a formation. The നമുക്ക് ബെൻസീൻ്റെ പ്രിപ്പറേഷനുള്ള റിയാക്ഷൻ അല്ല, അമീൻ്റെ ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമായി പഠിക്കുന്നു ഇത് ഫീനോളാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. സോ ദിസ് ഈസ് ദ ആൻസർ.
The next one. If the molar conductivity of 0.05 mole per liter solution of a monobasic weak acid is 90 Siemens centimeter square per mole, its extent of dissociation will be, that is alpha ആണ്, degree of dissociation, that is alpha ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So equation lambda m divided by lambda 0 m. ഇവിടെ മൊളാരിറ്റി, ഒരു കോൺസെൻട്രേഷൻ മൊളാരിറ്റി ടേം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ മൊളാരിറ്റിയുടെ ആവശ്യം വരുന്നില്ല. സോ ദിസ് ഇക്വേഷൻ ലാംഡ എം ബൈ ലാംഡ 0 m. ലാംഡ 0 m നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഫിനിറ്റ് ഡയലൂഷൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടില്ല, പക്ഷേ എന്താണ് ഇൻഡിവിജ്വൽ അയോൺസുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിരിക്കുന്നു. സോ കോൾറാഷസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാംഡ 0 m കണ്ടുപിടിക്കാം. ഇൻഡിവിജ്വൽ അയോൺസുകൾ ഏതൊക്കെയാണ്? ഇറ്റ്സ് എ മോണോബേസിക് വീക്ക് ആസിഡ്. മോണോബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് HX എന്ന് പറയാം. സോ ദാറ്റ് ഈസ് H+ ആൻഡ് X-. ഈ ഇൻഡിവിജ്വൽ അയോൺസുകളുടെ മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് തന്നിരിക്കുന്നു 349.6 and 50.4. So that is നമുക്ക് ലാംഡ 0 m is equal to 400. And then this lambda m value, this molar conductivity is 90. So 90 by 400 എന്നാണ് വരിക. So the right answer is option 3, 0.225. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ജസ്റ്റ് കോൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലാംഡ 0 m ഒന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. So it's a very simple question. The next is, given below are two statements. Statement 1, hypothetical diatomic molecule with bond order 0 is quite stable. അതായത് ഡയറ്റോമിക് ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, എസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ദ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. ശരിയല്ല. ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫോൾസ്. സോ option 2 is the right answer. Next one. Then, out of the following complex compounds, which of the compound will be having the minimum conductance in solution? ഇത്തിരി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ആൻസേഴ്സിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ കിട്ടാതെയുള്ള ഒരു ചോദ്യമാണ്. കണ്ടക്റ്റൻസ് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് അയോൺസ്. കണ്ടക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് അയോൺസ്. So here no ions are there. Then option 1ലും 2ലും അയോൺസുകളില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം 4 ions are there. So it's conducting solution ആണ്. And here also 2 ions are there. അപ്പോൾ ഇവിടെ നമുക്ക് അയോൺസുകൾ ഇല്ലാത്തത് കൊണ്ട് 1ഉം 2ഉം റൈറ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യണം. എങ്കിൽ പോലും ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊബാൾട്ടിൻ്റെ ചാർജ് +3 ആണ്, ഇവിടെ +2 ആണ് വരിക. അപ്പോൾ ചാർജ് വൈസ് കൺസിഡർ ചെയ്താൽ നമുക്ക് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് ഓപ്ഷൻ 1 എടുക്കാം. അയോൺസിൻ്റെ കേസിലാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ ഓപ്ഷൻ 1ഉം 2ഉം റൈറ്റ് ആൻസർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു കൺഫർമേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. നെക്സ്റ്റ് is match list 1 with list 2. So very simple question. Xenon XeO3, XeF2, XeOF4, XeF6. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഓപ്ഷൻ XeO3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് XeF2 വളരെ സിമ്പിളായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ദാറ്റ് ഈസ് ലീനിയർ. അപ്പോൾ തന്നെ A2 എന്നുള്ള 2 ഓപ്ഷനുകൾ വരുന്നു. ദെൻ XeO3 Xenon 8, വാലൻസ് ഇലക്ട്രോൺസുകളുടെ എണ്ണം 8 ആണ്. സോ 8 ഡിവൈഡഡ് ബൈ 2 4. 4ൽ 3 ബോണ്ട് പെയർ 1 ലോൺ പെയർ. ദാറ്റ് ഈസ് പിരമിഡൽ ഷേപ്പാണ് വരേണ്ടത്. സോ A2ലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. A2ലേക്ക് വരുന്നു. അപ്പോൾ A2 അതേപോലെ തന്നെ B1 എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 4 നമ്മുടെ ഓപ്ഷനിൽ നിന്ന് കട്ടാക്കാം. A2 ഇതിൽ ഏതാണെന്നുള്ളതാണ് വരേണ്ടത്. ദെൻ XeOF4ൽ Xenon 8 + 4 12/6. 12/6ൽ
5 ബോണ്ടുകളാണുള്ളത്. 5 ബോണ്ടുകൾ വരുമ്പോഴേ നമുക്കറിയാം ദാറ്റ് ഈസ് 5 ബോണ്ട് പെയേഴ്സ് ആൻഡ് 1 ലോൺ പെയർ, ദാറ്റ് ഈസ് സ്ക്വയർ പിരമിഡിലാണ് വരേണ്ടത്, ദാറ്റ് ഈസ് C4. സോ C4 വരുന്നത് ഓപ്ഷൻ 1 ആണ്. ആൻഡ് ദെൻ XeF6 വരിക, ദാറ്റ് ഈസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹൈഡ്രൽ, ഓപ്ഷൻ ലിസ്റ്റ് 3യിൽ. ഇവിടെ XeF6ൻ്റെ കേസിൽ 8 + 6 14/2, ദാറ്റ് ഈസ് 7 ഇലക്ട്രോൺ പെയേഴ്സുകളാണുള്ളത്. അതിൽ 6 ബോണ്ട് പെയേഴ്സുകളും 1 ലോൺ പെയറുകളുമാണുള്ളത്. സോ ദിസ് ഇസ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹൈഡ്രൽ ആൻഡ് ദ hybridization is sp3d3. So option 1 is the right answer. Then next one, carbon plus 2H2 gives CH4. Here the delta H value is minus 74.8 kilojoule per mole. Which of the following diagrams gives an accurate representation of the above reaction? ഇവിടെ delta H value minus 74.8, minus sign denotes the reaction is an exothermic reaction. അപ്പോൾ ഇവിടെ exothermic reactionsനെ കാണിക്കുന്ന exothermic reactions എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 2 ഓപ്ഷൻസുകളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ ആയിട്ട് പറയാം അല്ലേ. ഓപ്ഷൻ 3 റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എനർജി ഡിക്രീസ് ചെയ്യുന്ന 2 കേസുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻ 3യിൽ ആക്ച്വലി ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന നോക്കുക, ഓപ്ഷൻ 3യിൽ റിയാക്റ്റൻറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സുകളാകുന്ന ആക്ടിവേഷൻ എനർജിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എബോവ് റിയാക്ഷൻ ആണ്. അപ്പം 74.8 ആക്ടിവേഷൻ എനർജി അല്ല, ഡെൽറ്റ എച്ച് ആണ്. അപ്പോൾ ഇവിടെ അതിൽ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 74.8 എന്ന് പറയുന്നത് ഇവിടെ ആക്ടിവേഷൻ എനർജി അല്ല, ആക്ച്വലി എന്താണ് ഇവിടെ ഓക്കെ എൻതാൽപ്പി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ്സ് സൊല്യൂഷൻസിൻ്റെ കേസിൽ നിന്നും ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അലോയ്സ്, സ്മോക്ക്, ഇത് രണ്ടും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോളിഡ് ഇൻ സോളിഡ് ആണ്. സോ B1 ഓപ്ഷൻ വരുന്ന 2 എണ്ണമുണ്ട്, 2 and 3. ദെൻ നമുക്ക് സ്മോക്ക് അറിയാം. സ്മോക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സോളിഡ് ഇൻ ഗ്യാസ് ആണ്, ദാറ്റ് ഈസ് D3 ആണ്. അപ്പോൾ D3 വരുന്നതും 2 ഓപ്ഷനുകളിലുണ്ട്. D3 വരുന്നു, അതേപോലെ തന്നെ B1 വരുന്നത്. B1 D3 വരുന്നത് ഓപ്ഷൻ 2വിലാണ് ആക്ച്വലി അങ്ങനെ 2 ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ അമാൽഗം എന്ന് പറയുന്നത് ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. സോഡിയം അമാൽഗം എന്നൊക്കെ നമ്മൾ റിയാക്ഷൻസിൽ പഠിക്കുന്നതാണ്. ആൻഡ് ദെൻ ദ ഹ്യൂമിഡിറ്റി ദാറ്റ് ഈസ് ലിക്വിഡ് ഇൻ ഗ്യാസ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. A2, B1 and then the C4 and the D3. Okay, so it's the right answer. And the next one, the correct order of decreasing basic strength of the given amines is direct. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേപോലെയുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. അവിടെ നമുക്കറിയാം ആൽക്കൈൽ ഗ്രൂപ്പ്സ് increases the basicity. Alkyl groups increases the basicity and the aryl group decreases the basicity. So ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താം. സോ ഓപ്ഷൻ 3 ഈസ് ദ right answer. The next one, among the following choose the ones with equal number of atoms. So a number of atoms, some basic concepts of chemistry എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. Equal number of atoms എന്ന് പറയുന്നത് നമ്മൾ equation that is equal to number of moles into atomicity into Avogadro number. ഇതായിരുന്നു ഇവിടെയുള്ള ചോദ്യം, ഇങ്ങനെയായിരുന്നു. സോ ഫസ്റ്റ് കേസിൽ 212 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 106 ആണ്. സോ ഹിയർ നമുക്ക് 2 നമ്പർ ഓഫ് മോൾസ് 2 കിട്ടുന്നു. 2 ഇൻറ്റു ദ അറ്റോമിസിറ്റീസ് 2 Na2CO3 that is 3 plus 1 plus 2 that is 6
into Avogadro number, that is 12 into Avogadro number. Then next is 248 divided by 62. Here 4 into 3, that is 4 moles. The number of moles 3 into Avogadro number. And the third question, 240 gram of NaOH. Here the number of moles is equal to 6. 6 into 4 into Avogadro number. And then not 4, 6 into 3 into Avogadro number. And the next one, 12 gram of H2. So here 6 into 2 into Avogadro number. ഇവിടെ നമുക്ക് ഓപ്ഷൻ എയിൽ 12 വന്നിട്ടുണ്ട്, ദെൻ ബിയിൽ 12 വന്നിട്ടുണ്ട്, ദെൻ ഡിയിൽ 12 വന്നിട്ടുണ്ട്. നോക്കുക, എ ബി ഡി. ഓക്കെ, ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 എ ബി ആൻഡ് ഡി ഉള്ളി എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ very simple question from biomolecules, deficiency of vitamin deficiency diseases il ninnulla chodyamana. So vitamin B12, that is pernicious anemia, and then vitamin D rickets is vitamin B2 pilosis, and then vitamin B12 convolutions. So option 2 A4, that is B3 and C1 and D2. So option 2 is the right answer. Okay, then next one, the correct order of decreasing acidity of the following aliphatic acids. Acidsകളുടെ acidity order നമ്മൾ carboxylic acid വ്യക്തമായി പറയുന്നു. The number of alkyl groups decreases the acidity of acids. So here HCOH is more acidic than this acetic acid, and therefore this option 3 is the right answer. Formic acid is more stronger than this acids. So option 3 is the right answer. ഒറ്റ തിയറി, ഒറ്റ പോയിന്റിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. Its alkyl group decreases the acidity of carboxylic acid. Then next one, that is statement 1. Ferromagnetism is considered as an extreme form of paramagnetism. Is very correct statement. And the third one, the number of unpaired electrons in Cr+2 ion is the same as that of neodymium ion. It's correct. In Cr2 plus ion, here 4 unpaired electrons are there. Yes, 4 unpaired electrons. Cr2 plus നമുക്ക് കിട്ടുന്നത് 4 unpaired electronsകളാണ്. കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം ഈസി ആയിട്ട്. അറ്റോമിക് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. സോ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ unpaired electronsകൾ മെൻഷൻ ചെയ്യാം. ആൻഡ് ദെൻ ഇൻ കേസ് ഓഫ് Nd3+, the number of unpaired electron is 3. Unpaired electron is 3. So number of unpaired electrons is not same. So statement 1 is true. Statement 1 is true, but the statement 2 is false. That is option 3. Yes, option 3 is the right answer. Option 3 is the right answer. And then next one, it's another hydrocarbons chapter. Hydrocarbons il ninnulla last topic il ninnulla oru question aayirunnu. Here the CHCl3 plus C6H5NH2 separation of mixtures നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സുകളെ പറ്റിയാണ്. ഇവിടെ ക്രൂഡ് ഓയിൽ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നുള്ളത് അറിയാം. ദെൻ ഗ്ലിസറോൾ ഫ്രം സ്പെൻറ്റിലൈ എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഓർ വാക്വം ഡിസ്റ്റിലേഷൻ എന്നൊക്കെ നമ്മൾ പ്രിൻസിപ്പിൾ ഉൾപ്പെടെ പഠിക്കുന്നതായിരുന്നു. ആൻഡ് ദെൻ ദാറ്റ് ഈസ് CHCl3 is chloroform and aniline. Chloroform and aniline, that is a simple distillation. It's a simple distillation method. So simple distillation. So option നമുക്ക് നോക്കാം B3 ലേക്കാണ് വരുന്നത്. അപ്പോൾ B3 വരുന്ന രണ്ട് ഓപ്ഷൻസുകളാണ് നമുക്കുള്ളത്. ആൻഡ് ദെൻ A4ലേക്ക് വരുന്ന രണ്ട് ഓപ്ഷനുകൾ, A4 B3 രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഇനി നമുക്ക് സിയിലേക്ക് വരാം. C1 ആണ്. C1ലേക്ക് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് CHCl3 ക്ലോറോഫോം ആൻഡ് അനിലീൻ നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ
crude oil in petroleum industry, fractional distillation, glycerol is vacuum distillation or distillation under reduced pressure, and then sorry, aniline and water, that is steam distillation. Okay, so option 1 is the right answer. So next one, for the reaction A gives to B, the backward reaction rate constant is higher than the forward reaction rate constant by a factor of 2500 at 1000 Kelvin. So the Kp for the reaction at 1000 Kelvin is, so here reaction K is equal to Kf by Kb. അറിയാവുന്ന equation ആണ്. The constant is equal to the equilibrium constant forward divided by backward reaction. ഇവിടെ പറയുന്നത് backward reaction rate constant forward reaction നേക്കാൾ 1 by 2500 times ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമുക്ക് Kz is equal to 1 by 2500 എന്ന് കൊടുക്കാം. So what's the relation between this Kc and Kp? Kp is equal to Kc into RT raised to delta n. So what is delta n for this reaction? Delta n means the number of gaseous product minus number of gaseous reactants. Here 2 minus 1. 2 minus 1, that is delta n is equal to 1, and then R in the value nammude substitute cheyyuka 0.083. So the right answer is direct substitution aanu, temperature 1000 Kelvin substitute cheyyuka. The answer is option 3, 0.033. So option 3 is the right answer. Next one, benzene diazonium salt is prepared by the reaction of aniline with nitrous acid at 273. Diazotization reaction e pettiyanu parayunnathu. Correct aayittulla statement aanu statement 1. And then the statement 2, that is the insertion of iodine into the benzene ring is difficult, and hence iodobenzene is prepared through the reaction of benzene diazonium salt with potassium iodide. ശരിയാണ്, നമുക്ക് ഓർഡിനറി മെത്തേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂറിനെയോ അയഡിനെയോ നമുക്ക് ബെൻസീൻ റിംഗിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ സ്പെഷ്യൽ മെത്തേഡ്സ് ആർ റിക്വയർഡ് ഫോർ ദിയർ പ്രിപ്പറേഷൻ. For this, the preparation of this iodobenzene, we use the reagent Ki. So this statement is very correct. So option 1, the both statement 1 and statement 2 are correct. So it's very right answer. So next question, how many products are expected from monochlorination of the following compounds? Monochlorination നടത്തിയാൽ നമുക്ക് എത്ര പ്രോഡക്റ്റുകൾ സ്റ്റീരിയോ ഐസോമേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഡി ആൻഡ് എൽ ഫോംസ് ഉൾപ്പെടെ നമുക്ക് എത്ര കോമ്പൗണ്ട്സുകൾ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിലെ സ്ട്രക്ചേഴ്സുകളൊന്ന് ജസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് വൺ, ദറ്റ് ഈസ് CH2Cl, CH, CH3, CH2, CH3. So this carbon is asymmetric carbon. So here D and L forms are there. So 2. And then next monochlorination. നമ്മൾ ഇവിടെ monochlorination നടത്തിയാലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുക. നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. Then next one, C, CH3, CH3. Then ഇവിടെ നമ്മൾ monochlorination നടത്തിയാൽ Cl, CH2, CH3. So ഇവിടെ asymmetric carbon അല്ല, ഈ ഒരു കാർബൺ asymmetric carbon അല്ല. So here only one form. And then next one, C, ഇവിടെയുള്ള കാർബൺ നമുക്ക് അതുപോലെ കൊടുക്കാം, CH. Then ഇവിടെ നമ്മൾ വീണ്ടും monochlorination നടത്തുന്നു, that is CH3. Then again asymmetric carbon. So here also D and L forms are there. So here 2, and then next that is CH. So here CH2, then CH2Cl. ഇവിടെ നമുക്ക് monochlorination നടത്തിയാലും asymmetric carbon ഇല്ല. So here only one form. So the total 3 plus 1, 4 plus 2, that is 6. So option 4 is the right answer. Option 4 is the right answer. And next one, among the given compounds 1 to 3, the correct order of bond dissociation energy of carbon hydrogen bond marked with star mark. So here നമുക്ക് ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ കാർബൺ
sp3 hybridized carbon, here sp hybridized carbon, and here that is sp2 hybridized carbon. So നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഓപ്ഷൻ 2-ലാണ്. Then next 1, then 3. So here the option 1 is the right answer. Then free radical stability വെച്ച് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലും ഓപ്ഷൻ 1 ആയിരിക്കും റൈറ്റ് ആൻസർ. Then next one, which one of the following compounds does not decolorize bromine water? So decolorization bromine water എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇറ്റ്സ് എ ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസുകളാണ് ഈ അൺസാച്ചുറേഷൻ ടെസ്റ്റ് തരിക. സോ ഹിയർ ഈ കോമ്പൗണ്ട് എന്തായാലും അൺസാച്ചുറേഷൻ ടെസ്റ്റ് തരില്ല. ബട്ട് ഫീനോൾ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ട്രൈ 2,4,6 ട്രൈ ബ്രോമോഫീനോൾ എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒരു അൺസാച്ചുറേഷൻ ടെസ്റ്റ് അല്ല. പക്ഷേ നമുക്കിവിടെ ഡിക്കളറൈസേഷൻ സംഭവിക്കുന്നുണ്ട്. ബ്രൗൺ വാട്ടറിൻ്റെ കളർ ഡിക്കളറൈസ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കളറുള്ള precipitate ആണ് കിട്ടുക. ആൻഡ് ഹിയർ സോ ദർ ഈസ് അൺസാച്ചുറേഷൻ ഇസ് ദെയർ. സോ ഈ കോമ്പൗണ്ട് നമുക്ക് അൺസാച്ചുറേഷൻ ടെസ്റ്റ് തരും. ദെൻ അപ്പോൾ ഈ കോമ്പൗണ്ട് ഡിക്കളറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ലെസ് വൺ അനിലീൻ ഫിനോളിനെ പോലെ തന്നെ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ബ്രോമോ കോമ്പൗണ്ട് precipitate ചെയ്യുന്നുണ്ട്. സോ 2, 3, 4 ഈ 3 കോമ്പൗണ്ടുകൾ നമുക്ക് ബ്രോമിൻ വാട്ടറെ ഡിക്കളറൈസ് ചെയ്യും. സോ ദിസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ വെരി important question. So the major product of the following reaction is ഇവിടെ Grignard reagent and followed by hydrolysis. ഇവിടെ excess Grignard reagent എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. Grignard reagentനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ 2 സൈറ്റുകൾ, ഒന്ന് C ഡബിൾ ബോണ്ടോ, രണ്ടാമത്തേത് C ട്രിപ്പിൾ ബോണ്ട് N. ഇത് നമ്മൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് എന്നുള്ള ചാപ്റ്ററിൽ കീറ്റോൺസിൻ്റെ പ്രിപ്പറേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ഭാഗമായിരുന്നു നൈട്രൈൽസുകളെ കീറ്റോൺ ആക്കി മാറ്റുന്നത്. സോ റൈറ്റ് ഓപ്ഷൻ ഇവിടെ ഈ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ CH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദെൻ OH, ആൻഡ് ദെൻ ഇവിടെ C ട്രിപ്പിൾ ബോണ്ട് N ബ്രേക്ക് ചെയ്തിട്ട് C ഡബിൾ ബോണ്ടോ CH3 വരുന്നു. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ. So which of the following aqueous solution will exhibit higher boiling point? Then solutionൽ നിന്നുള്ള അടുത്ത ചോദ്യമായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. എവിടെയാണോ നമ്പർ ഓഫ് അയോൺസുകൾ കൂടുതലുള്ളത് അവിടെയായിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. യൂറിയ only 1 ion, KNO3 2 ions, Na2SO4 here 3 ions are there, only 1. So option 3, that is Na2SO4 is the right answer. And the next one, match list 1 with list 2, that is Haber process. എല്ലാവർക്കും ഹേബർ പ്രോസസ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഹേബർ പ്രോസസ്സിൽ ഓപ്ഷൻ അയൺ കാറ്റലിസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ വാക്കർ ഓക്സിഡേഷൻ, ദാറ്റ് ഈസ് പലേഡിയം ക്ലോറൈഡ്, വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് PPH3 thrice RHCl, ആൻഡ് ദെൻ സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് TiCl4 വിത്ത് AlCH3 thrice. നമ്മൾ കുറച്ചുകൂടെ പോളിമേഴ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റുകളെ പറ്റിയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മളവിടെ പഠിക്കുന്നതായിരുന്നു. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല, അത് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ മാച്ച് ചെയ്തിരുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് നമ്മൾ അധികം ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളിൽ നിന്നായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അതിൽ നമുക്ക് ഹേബർ പ്രോസസ്സ് മാത്രമേ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ, ബാക്കി പ്രോസസ്സുകളുമായിട്ട് നമ്മൾ അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. Then next one, 5 moles of liquid X and 10 moles of liquid Y. Make a solution having a vapor pressure of 70 torr. The vapor pressure of pure X and Y are 63 torr and 78 torr respectively. Which of the following is true regarding the described solution എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം this mole fraction of this X component is equal to 5/15, that is equal to 1/3, and the mole fraction of Y is equal to 10/15, that is equal to 2/3, and therefore the vapor pressure PIDL is equal to 1/3 into 63 plus 2/3 into 78, so that is equal to 73 torr. But the
actual value is 70 torr. So that means the solution shows negative deviation. It's very direct question ആയിരുന്നു. So option 2 is the right answer. And then the sugar X. Sugar X, it's found in honey. It's a keto sugar that exists in alpha and beta anomeric forms. Is levorotatory, and the X is no doubt it's D-fructose. So option 2 is the right answer. And then next one, identify the suitable reagent for the following conversions. This is നമ്മുടെ NCERT textbook il ninnulla direct question aanu. OOCH3 എന്ന് പറയുന്നത് that is ester compound ആണ്. എസ്റ്ററിനെ നമുക്ക് ആൽഡിഹൈഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട റിയേജൻറ്റ് ദാറ്റ് ഈസ് ഡൈബാലച്ച് ഡൈഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. And then next one, so given below are the two statements, one is labeled as assertion and the other is labeled as reason. And assertion 1, this compound undergoes SN2 reaction faster than Cl is very right because iodine is a good living group. Yes, that the reason I told you that iodine is a better living group because of its large size. So in the light of the above statements, choose the correct answer. Both A and R are true, and that is the correct explanation of A. So option 1 is no doubt. Option 1 is the right answer. Then the standard heat of formation in kilocalorie per mole of barium 2 plus is. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സൾഫേറ്റ് ആൻഡ് ദെൻ സ്റ്റാൻഡേർഡ് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ നമുക്ക് തരുന്നു. സോ ഹിയർ ദ വാല്യൂസ് ഡയർ ജസ്റ്റ് Ba+2 plus SO4 2 minus gives BaSO4. ഇതിൽ എൻതാൽപ്പി ഓഫ് ക്രിസ്റ്റലൈസേഷൻ ദാറ്റ് മീൻസ് ഈ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ്റെ എൻതാൽപ്പി നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് -4.5. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡെൽറ്റ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് ഡെൽറ്റ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ -4.5 ആണ് ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് ക്രിസ്റ്റലൈസേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ അതായത് ബേരിയം സൾഫേറ്റിൻ്റെ ഫോർമേഷനായിട്ട് തന്നിരിക്കുന്നത് -349 ആണ് വാല്യൂ തന്നിരിക്കുന്നത്. സോ 349 ആണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത് മൈനസ് ദെൻ റിയാക്റ്റൻസിൻ്റെ കേസിൽ നമുക്ക് വരുന്നത് Ba2+ നമുക്കറിയില്ല Ba2+ പ്ലസ് ദെൻ എൻതാൽപ്പി ഓഫ് SO4 2 -216 കിലോ കലോറിയാണ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ -128.5 എന്ന ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 87. So identify the correct orders against the property mentioned. H2O, NH3 and chloroform is the dipole moments, the correct order. H2O, NH3 chloroform in the dipole moment the order correct ആണ്. Then next one, XeF4, XeO3 and XeF2 is number of lone pairs on central atom is not correct. നമുക്ക് lone pairsകളുടെ എണ്ണം നോക്കുമ്പോൾ for example XeF2 8 plus 2 divided by 4 that is 5 that is 2 and 3 lone pairs are there. പക്ഷേ ഇവിടെ ഓർഡർ കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദിസ് വൺ ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ദ ബോണ്ട് ലെങ്ത് സെക്കൻഡ് റോങ്. ഇതൊക്കെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ പറയുമ്പോൾ കൃത്യമായി ബോണ്ട് ലെങ്ത്തുകളെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ N2O2H2 ബോണ്ട് എൻതാൽപ്പി യെസ് ഇസ് ദ റൈറ്റ് വൺ. നൈട്രജൻ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടുകളാണ്. സോ ബോണ്ട് എൻതാൽപ്പി മാക്സിമം. ആൻഡ് ദെൻ ഇൻ കേസ് ഓഫ് ഓക്സിജൻ ഇസ് ഡബിൾ ബോണ്ട്. സോ ബോണ്ട് എൻതാൽപ്പി ഇസ് എഗൈൻ. ദെൻ ഹൈഡ്രജൻ ഇസ് എ സിംഗിൾ ബോണ്ട്. സോ ബോണ്ട് എൻതാൽപ്പി ഇസ് മിനിമം. സോ A and D. So that means option 1 is the right answer. Option 1 is the right answer. And then next one, question number
88. Higher yield of NO in this reaction. So N2 plus O2 gives 2NO. Equation ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. So this reaction is this 180.7 kilojoule plus. This plus sign indicates that this reaction is endothermic reaction. That means the reaction required heat energy. So higher temperature will favor this forward reaction. Higher concentration of N2 reactants in the concentration കൂട്ടിയാലും forward reaction possible ആണ്. Higher concentration of O2, this also required for this reaction. So option A, C, D. So A, C, D വരുന്നത് നമ്മുടെ option 4 ആണ്. So option 4 is the right answer. So equilibrium എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Then next is the question from kinetics. If the rate constant of a reaction is 0.03 second inverse, how much time does it take for 7.2 mole per liter concentration of the reactant to get reduced to 0.9? So second inverse എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ റിയാക്ഷൻസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്തു പോകണമെങ്കിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കാണുമ്പോഴേ മനസ്സിലായി. സോ റിയാക്ഷൻ ഈസ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് വന്നാൽ 7.2 നിന്ന് നമുക്ക് എത്തേണ്ടത് 0.9 0.9 കോൺസെൻട്രേഷൻ എത്തേണ്ടത്. സോ ഫസ്റ്റ് 3.6 എത്തുക. സോ ദിസ് T half, then വീണ്ടും 1.8 എത്തുമ്പോൾ then another T half, and then 1.8 ആണ്, that is this 0.9. So here 3 T halves are there. So first order reaction T half is equal to 0.693 divided by this rate constant, that is equal to 0.03. So T half is equal to 0.7 T half 3 T half, that is so this time required for, so this time is equal to 3 into T half, that is 3 into 0.693 divided by 0.03. So the right answer is 69.3 seconds. 69.3 is the right answer. The next question, there is question, which of one of the following reactions does not belong to Lassigne's test? This is again question from +1 topic, that is Na plus C plus N gives NaCN. Lassigne's test നമ്മൾ പഠിച്ചിരിക്കുന്നത് നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഇവയുടെ ഡിറ്റക്ഷന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടെസ്റ്റാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ടെസ്റ്റ് ഓർ Lassigne's test. So this is not, so the option 4 is the right answer. So that's all about chemistry.